കവിതയുടെ താളത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയത്. കവിതയ്ക്ക് താളം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് പുതിയ കാലത്ത് ആരും പറയില്ല. കവിതയെ കവിതയാക്കുന്നത് അതിൻ്റെ ഉള്ളടക്കവും അത് കൈകാര്യം ചെയ്യുന്ന സങ്കേതങ്ങളും തന്നെയാണ്. പിന്നെ എന്തിനാണ് നാം ഇപ്പോൾ താളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കുട്ടികൾക്ക് കവിതയെ താളാത്മകമായി സമീപിക്കാൻ അവസരമൊരുക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന് വളരെ സമ്പന്നമായ ഒരു താള പാരമ്പര്യമുണ്ട്. ഇതാവട്ടെ കവിതയടക്കമുള്ള നമ്മുടെ സർഗാവിഷ്കാരങ്ങളിലേക്ക് പരന്നൊഴുകിയിട്ടുമുണ്ട്. ഈ ഈടുവെപ്പിനെ പുതിയ കാലം ആവശ്യപ്പെടുന്ന വിധത്തിൽ ഏറ്റെടുക്കാനും പരിചരിക്കാനും ചരിത്രപരമായി നമുക്ക് കടമയുണ്ട്. ഇത് സാധിക്കണമെങ്കിൽ കവിതയിൽ താളം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് കണ്ടെത്താൻ കുട്ടിക്ക് കഴിയണം. അതോടൊപ്പം തൻ്റെ സർഗവ്യാപാരത്തിൽ ഉചിതമായ സന്ദർഭങ്ങളിൽ താളാത്മകത ഉൾച്ചേർക്കാനും കുട്ടിക്ക് കഴിയേണ്ടതുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയെങ്കിലും കവിത നിലനിന്നിട്ടുള്ളത് താളാത്മകമായിട്ടാണ്. കവിതകൾ കേൾക്കും നേരം തന്നെ ചെവിയുള്ളോർക്ക് ആനന്ദം വേണം എന്നായിരുന്നു കവികളുടെ നിലപാട്. ഏതായാലും ഇത്തരം നമ്മുടെ കാവ്യ പാരമ്പര്യത്തെ അടുത്തറിയാൻ കവിതകൾ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ആവിഷ്കാരത്തിൻ്റെ സൗന്ദര്യമൂലകങ്ങളിലൊന്നായ താളത്തെയും പരിചയപ്പെടേണ്ടതുണ്ട്. എന്തിനാണ് കവികൾ താളത്തെ ആശ്രയിക്കുന്നത്? പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ അറിവ് രൂപങ്ങളെല്ലാം സമാഹരിക്കുകയും സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തത് പദ്യരൂപത്തിലാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം മുൻനിർത്തിയാവാം ഇങ്ങനെയൊരു സമ്പ്രദായം രൂപപ്പെട്ടത്. മറ്റൊന്ന്, ചിലപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഉള്ളടക്കത്തിന് ഒരു പശ്ചാത്തലം നിർമ്മിച്ചെടുക്കാൻ താളം സഹായകമായി എന്ന് വരും. വടക്കൻ പാട്ടിൻ്റെ താളത്തിൽ പുലരുവാനേഴര രാവേയുള്ളൂ എന്ന് ചുള്ളിക്കാട് കവിത ആരംഭിക്കുമ്പോൾ ഒരു പുരാവൃത്തമാണ് പ്രതിപാദ്യം എന്ന പശ്ചാത്തല നിർമ്മിതിക്ക് ആ താളം പിന്തുണയാകുന്നു. അതുപോലെ വെമ്പല നാട്ടിലെ തമ്പുരാന്റെ എന്ന് മഹാകവി ജി ചന്ദനക്കട്ടിൽ എന്ന കവിത ആരംഭിക്കുമ്പോൾ വായനക്കാരിൽ പുരാവൃത്ത സൂചനകൾ നിറഞ്ഞ ഒരു ഭാവതലം രൂപപ്പെടുന്നുണ്ടല്ലോ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ വായിച്ചറിഞ്ഞ മലയാളിയോട് മറ്റൊരു കൃഷ്ണകഥ പറയുമ്പോൾ ഗാഥാവൃത്തം തന്നെ ഉപയോഗിക്കാൻ വള്ളത്തോൾ മുതലുള്ള കവികൾ നിഷ്കർഷിച്ചതും, പൂന്താനത്തിന്റെ കഥ പറയാൻ ജ്ഞാനപ്പാനയുടെ താളം, ഉദാഹരണത്തിന് ആ മോതിരം എന്ന കവിത ഓർമ്മിക്കുക, ആ താളം കവി ഉപയോഗിക്കുന്നതും, നമ്പ്യാരുടെ കഥ പറയുമ്പോൾ തുള്ളൽ വൃത്തങ്ങൾ കടന്നു വരുന്നതും ഉദാഹരണങ്ങളാണ്. കൂത്തുപറഞ്ഞു പണ്ടൊരു ചാക്യാർ എന്നൊരു കവിത നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. ചിന്താവിഷ്ടയായ സീത പങ്കുവെച്ച ഭാവുകത്വത്തെ പുനരാവിഷ്കരിക്കേണ്ടി വരുമ്പോൾ പുതിയ കവിയും സീതാകാവ്യത്തിന്റെ താളഘടന പിൻപറ്റുന്നതിൻ്റെയും ഉദാഹരണങ്ങളുണ്ട്. ഇതിലും പ്രധാനമാണ്, പൊതുവെ കുട്ടികൾക്കുള്ള കവിതകൾ താളാത്മകമാക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. വാക്കുകളുടെ കിലുക്കവും താളവും ആശയത്തെക്കാൾ വേഗത്തിൽ കുട്ടിക്ക് സ്വീകരിക്കാനാവുന്നു എന്നത് തന്നെയാണ് കാരണം. പരമപ്രധാനമായ കാര്യം, കുട്ടികളുടെ കവിത, കുട്ടികൾക്കുള്ള കവിതകൾ പൊതുവെ താളാത്മകമാക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. വാക്കുകളുടെ കിലുക്കവും താളവും ആശയത്തെക്കാൾ വേഗത്തിൽ കുട്ടിക്ക് സ്വീകരിക്കാനാവുന്നു എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം. സമാന താളത്തിലുള്ള കവിതകൾ കണ്ടെത്താനും ശേഖരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ വിവിധ ക്ലാസുകളിലായി കുട്ടികളോട് നിർദ്ദേശിക്കാറുണ്ട്.
കുട്ടികൾക്ക് ധാരാളം പിന്തുണ വേണ്ടിവരുന്ന ഒരു പ്രവർത്തനമാണിത്. എന്നാൽ വേണ്ട അളവിൽ ഇതിന് സന്ദർഭമൊരുക്കാൻ നമുക്കായിട്ടില്ല. ഇതിന് 2 തരം സാമഗ്രികളുടെ സഹായം ആവശ്യമാകും. ഒന്ന്, കുട്ടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നവ. 2, താളപദ്ധതിയിൽ അല്പം ആഴത്തിലും പരപ്പിലും സഞ്ചരിക്കാൻ ടീച്ചർക്ക് പിന്തുണ നൽകുന്നവ. ഈ 2 നിലയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഈ പഠന സാമഗ്രി തയ്യാറാക്കുന്നത്. താളം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നാം ചർച്ച ചെയ്തത്. പക്ഷേ എന്താണ് താളം? താളം എന്ന ശബ്ദം നമുക്ക് അപരിചിതമല്ല. വ്യാവഹാരിക ജീവിതത്തിൽ നാം ധാരാളം ഉപയോഗിക്കുന്ന വാക്കാണിത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റി, അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തതോടെ സംഘടനയ്ക്കൊരു പുതിയ താളം കൈവന്നു എന്നുമൊക്കെ നാം നിത്യേന പറയാറുണ്ട്. ഒരു ക്രമത്തെയാണ് ആ വാക്ക് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. കവിതയെ സംബന്ധിച്ചാവുമ്പോൾ താളം കൊട്ടുന്ന അടികൾ തമ്മിലുള്ള അകലത്തിന് സമയകൃത്യതയുടെ ഒരു ക്രമം എന്ന അർത്ഥം സിദ്ധിക്കും. കവിതയെ സംബന്ധിച്ചാവുമ്പോൾ താളം കൊട്ടുന്ന അടികൾ തമ്മിലുള്ള അകലത്തിന് സമയകൃത്യതയുടെ ഒരു ക്രമം എന്ന അർത്ഥം സിദ്ധിക്കും. ഒന്നുകൂടി വ്യക്തമാക്കാം. താളം പിടിച്ചുകൊണ്ട് പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം എന്നൊന്ന് ചൊല്ലി നോക്കൂ. പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം. 4 അടികളാണ് ആ വരികൾ ചൊല്ലാൻ വേണ്ടത് എന്ന് ബോധ്യപ്പെടും. പാണ്ഡൻ നായുടെ പ, നാ, പിന്നീട് വീണ്ടും പല്ലിന് എന്നതിലെ പ, പിന്നെ ശൗര്യം എന്നതിലെ ശൗ. പ, ന, പ, ശൗ എന്നീ അക്ഷരങ്ങളുടെ കൂടെയാവും ആ അടികൾ വരിക. അടികൾ താളത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അടിയും ഇടയും അഥവാ അടിയും വീശും ചേർന്നാലാണ് താളമുണ്ടാവുക. 1, 2, 3 അടികൾ കഴിഞ്ഞ് ഒരു വീശ്, ഇതിനെയാണ് താളവട്ടം എന്ന് പറയുക. താളാത്മകമായ കവിതയിലെ ഒരു വരി ഒരു താളവട്ടം കൊണ്ട് പൂർത്തിയാകുന്നതാകും. എത്ര അടികൾ കഴിഞ്ഞാണ് വീശു വരുന്നത് എന്നതിനെ ആശ്രയിച്ച് വിവിധ താളസ്വരൂപങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ വിവിധ ചൊൽമാതൃകകളും വിവിധ വൃത്തങ്ങളും ഉണ്ടാവുന്നു. നേരത്തെ ഉദാഹരിച്ച പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം എന്ന വരിയുണ്ടല്ലോ, അത് 3 അടികളും ഒരു വീശും ചേർന്ന താളമാണ്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം. പ, ന, പ എന്നീ അക്ഷരങ്ങൾ ചൊല്ലുമ്പോൾ അടിയും ശൗ എന്നതിൽ വീശും വരുന്നു. ഇതിനെ 4 അടികൾ എന്ന് പരിഗണിച്ചാലും തെറ്റില്ല. 4 അടികൾ കൊണ്ടുള്ള താളം. 4 അടികളുടെ താളത്തിന് ചെമ്പട എന്നാണ് കേരളീയ താള പദ്ധതിയിൽ പേര്. കർണാടക സംഗീതത്തിലെ ആദി താളം ഇത് തന്നെയാണ്. 4 അടികൾ കൊണ്ടുള്ള താളങ്ങൾ മാത്രമല്ല കവിതയിൽ നാം പരിചയപ്പെടുക. 2 അടി വീശ് എന്ന രീതിയിൽ 3 അടിയുടെ താളവുമുണ്ട്. ഇതിനെ രൂപം എന്നും പഞ്ചാരി എന്നും മലയാളത്തിൽ വ്യവഹരിക്കുമ്പോൾ രൂപകം എന്നാണ് സംഗീതശാസ്ത്രത്തിൽ ഇതിനു പേര്. ചിലപ്പോൾ ഇവ രണ്ടും ചേർന്ന താളങ്ങൾ ഉണ്ടാകാം. 7 അടികൾ എന്നർത്ഥം. മിശ്രം എന്ന അർത്ഥത്തിൽ കർണാടക സംഗീതത്തിൽ വ്യവഹരിക്കുന്ന താളത്തിനും കേരളീയ മേള പദ്ധതിയിൽ ധാരാളമായി കടന്നുവരുന്ന ത്രിപുട, അടന്ത തുടങ്ങിയ താളങ്ങളും എല്ലാം ഇതേ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട 7 അടി താളങ്ങളുടെ രൂപഭേദങ്ങളാണ്. കൗതുകകരമായൊരു കാര്യം, മലയാളത്തിൽ എഴുതപ്പെട്ട ചൊൽവടിവുള്ള ബഹുഭൂരിപക്ഷം കവിതകളും ചെമ്പട താളത്തിലാണ് എന്നതാണ്. ഉദാഹരണങ്ങൾ നോക്കൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1
2, 3, 4. 1, 2, 3, 4. കുറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു. കുറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. വള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. വള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. നാളെയുണ്ട് നാളെയുണ്ട്. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. അന്നു നമ്മൾ അടുത്തു നിന്നവരൊന്നു നമ്മളെന്നോർത്തുരാപ്പകൽ ഉഴവുചാലുകൾ കീറി ഞങ്ങൾ കൊഴുമുനക്കലുറങ്ങി ഞങ്ങൾ. അന്നു നമ്മൾ അടുത്തു നിന്നവർ ഒന്നു നമ്മളെന്നോർത്തുരാപ്പകൽ ഉഴവുചാലുകൾ കീറി ഞങ്ങൾ കൊഴുമുനക്കലുറങ്ങി ഞങ്ങൾ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1. ഈ കവിതകളെല്ലാം ചെമ്പടനാളത്തിൽ ചൊല്ലാവുന്നവയാണ് എന്ന് ബോധ്യപ്പെട്ടുവല്ലോ. അതായത് ഒരു വരി 4 അടികൾ കൊണ്ട് ചൊല്ലാവുന്നത് എന്ന് അർത്ഥം. പക്ഷേ അക്ഷരസംഖ്യ ഒന്നല്ല, മാത്രാസംഖ്യയും ഒന്നല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അടികൾക്കകത്തുള്ള അകലം ഒരുപോലെയല്ല. അടികൾക്കകത്തുള്ള അകലത്തെ വേണമെങ്കിൽ നമുക്ക് ഗണം എന്നും വിളിക്കാം. വൃത്തശാസ്ത്രത്തിൽ ആ പദമായിരിക്കും കൂടുതൽ പരിചിതം. അടികൾക്കകത്ത് നിരന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കാനെടുക്കുന്ന സമയം ഈ കവിതകളിലെല്ലാം വിഭിന്നങ്ങളാണ് എന്ന് കാണാം. ഗതിഭേദങ്ങളാണ് ഇതിന് കാരണം. ഗതി എന്നൊരു വാക്ക് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. 2 അടികൾ തമ്മിലുള്ള അകലത്തെ പല രീതിയിൽ വിന്യസിക്കാം. 4 മാത്രകൾ കൊണ്ട്, 5 മാത്രകൾ കൊണ്ട്, 6 മാത്രകൾ കൊണ്ട്, 7 മാത്രകൾ കൊണ്ട് എന്നിങ്ങനെ. അങ്ങനെ പ്രമുഖമായ 4 ഗതികൾ കവിതയുടെ താളത്തെ വർഗീകരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനാവും. ഗതികൾ 5 എന്നാണ് താളശാസ്ത്രം നിരീക്ഷിക്കുന്നത്.
ഗതി 5 കെട്ടു എന്നൊരു പ്രയോഗം തന്നെയുണ്ടല്ലോ. 9 മാത്രം വരുന്ന ഗതി സങ്കീർണ ഗതി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗതി അവലംബിച്ച രചനകൾ മലയാളത്തിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ സങ്കീർണ ഗതി ഇവിടെ പരിഗണിക്കുന്നുമില്ല. മറ്റ് 4 ഗതികളെ കുറെ കൂടി അടുത്ത് നമുക്ക് പരിചയപ്പെടാം. ചെമ്പട താളത്തിൽ ഓരോ ഗതിയും പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. അതിനു മുന്നോടിയായി മാത്ര എന്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ടി വരും. അക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ അളവാണ് അഥവാ തോതാണ് മാത്ര. ഇത് പലതരത്തിലാവാം. എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതിന് എടുക്കുന്ന സമയം ഒരുപോലെയല്ലല്ലോ. അ എന്ന അക്ഷരം ഉച്ചരിക്കുന്നതിന് ആവശ്യമായതിൻ്റെ ഇരട്ടി സമയം വേണം ആ എന്ന അക്ഷരം ഉച്ചരിക്കാൻ. ആ എന്നതിന് ഒരു മാത്രയാണ് എങ്കിൽ ആ എന്നതിന് 2 മാത്ര എന്ന് കാണാം. അതായത് ഹ്രസ്വ അക്ഷരത്തിന് 1 മാത്ര, ദീർഘാക്ഷരത്തിന് 2 മാത്ര. 1 മാത്ര കൊണ്ട് ഉച്ചരിക്കാവുന്ന അക്ഷരങ്ങളെ ലഘു എന്ന് വിളിക്കാം. 2 മാത്ര കൊണ്ട് ഉച്ചരിക്കുന്നവ ഗുരുവും. ദീർഘാക്ഷരങ്ങളെല്ലാം ഗുരുവാണ്. ഹ്രസ്വാക്ഷരത്തെ തുടർന്ന് ചില്ല്, ഇരട്ടിപ്പുള്ള അക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, അനുസ്വാരം അതായത് എന്നതിലെ മുറുക്കം, അതുപോലെ വിസർഗം എന്നിവ വന്നാൽ ഹ്രസ്വാക്ഷരം ഉച്ചരിക്കുന്നതിന് ദീർഘത്തിന്റെ സമയം വേണ്ടിവരും. അപ്പോൾ അവയെയും ഗുരുവായി കണക്കാക്കേണ്ടി വരും. ഇങ്ങനെയാണ് വൃത്തശാസ്ത്രം അക്ഷരങ്ങളുടെ മാത്രാസംഖ്യ പരിഗണിക്കുന്നത്. സാമ്പ്രദായികമായി മാത്രാസംഖ്യ കണക്കാക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ പദ്ധതിക്ക് പക്ഷേ കുറെ പരിമിതികളുണ്ട്. ആധുനിക കവികൾ ചൊൽവടിവുകൾക്കപ്പുറം മാത്രാഗണിതത്തെ പരിഗണിക്കാത്തതുകൊണ്ട് ഈ അളവുകോൽ ഉപയോഗിച്ച് പരിശോധിച്ചാൽ കവി താളം തെറ്റിക്കുന്നു എന്നാണ് തോന്നുക. നാടൻ പാട്ടുകളുടെ വിപുലമായ ഒരു മേഖലയിലാകട്ടെ AR രാജരാജവർമ്മയുടെ വൃത്തമഞ്ജരി പഠിച്ചിട്ടില്ലാത്ത ആ കവികൾക്ക് ഈ മാത്രാഗണിതത്തിന്റെ വ്യാകരണം ഒരു പ്രതിബന്ധമേ ആയിരുന്നില്ല. ചൊൽവടിവിലെ താളമാണ് പ്രധാനം. അപ്പോൾ ചിലപ്പോൾ ഗുരു ലഘുവായും ലഘു ഗുരുവായും എല്ലാം മാറിയെന്നു വരാം. ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. ഇതിൽ ഒപ്പത്തി എന്ന 3ാമത്തെ അക്ഷരം വായിക്കുമ്പോൾ ലഘുവായി തോന്നും. എന്നാൽ ചൊല്ലുമ്പോഴോ ഒപ്പത്തിയിലുള്ള അത്തി എന്ന അക്ഷരം നാം നീട്ടി ചൊല്ലുന്നു. അങ്ങനെ നാം തി എന്ന ലഘു അക്ഷരത്തിന് 4 മാത്ര അഥവാ കാകപദത്തിന്റെ മാത്രാദൈർഘ്യം നൽകുന്നത് കാണാം. നമുക്കിനി ചതുരശ്ര ഗതിയെ പരിചയപ്പെടാം. വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ അടികൾ തമ്മിലുള്ള അകലത്തെ 4 മാത്രകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ ചതുരശ്ര ഗതി കിട്ടും. ഒന്നുകൂടി വ്യക്തമാക്കാം. തക്കധിമി തക്കധിമി എന്ന് വിരലിൽ താളം പിടിച്ച് പാണ്ഡൻ നായുട്ട പല്ലിന് ശൗര്യം തക്കധിമി 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 എന്ന ഒരു വരി ചൊല്ലി നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും 16 തവണയാണ് നാം വിരൽ പ്രയോഗിച്ചത് എന്ന്. അതായത് പാണ്ഡൻ എന്ന വാക്കിന് തക്കധിമി 4 വിരൽ പ്രയോഗം, നായുട്ടെ എന്നതിനും 4, പല്ലിന് എന്നതിന് 4, ശൗര്യം എന്നതിന് 4. തിരിച്ച് 5 പ്രാവശ്യം വിരൽ കൊണ്ട് താളം പിടിച്ച് നമുക്ക് ഈ വരി പാടാനാവില്ല, 3 കൊണ്ടും ആവില്ല. അതുകൊണ്ട് തന്നെയാണ് നാം അതിനെ ചതുരശ്രഗതി എന്ന് വിളിക്കുന്നത്. നേരത്തെ ഉദാഹരിച്ച വരി ചതുരശ്രഗതിയിൽ ചൊല്ലേണ്ടതാണ്. 4 താളമടികൾ കൊണ്ട് നാം ചൊല്ലിത്തീർത്ത വരിയാണ് ഇപ്പോൾ 16 വിരലടികൾ കൊണ്ട് താളമിട്ട് ചൊല്ലിയത്. അതായത് 4 ഗണങ്ങളിലായി 16 മാത്രകളാണ് ഈ വരിയിലുള്ളത് എന്നർത്ഥം.
അടികൾക്ക് ഗണങ്ങൾ എന്നും വിരലടികൾക്ക് മാത്ര എന്നും പരിഗണിച്ചാൽ ഈ വരി 4 മാത്രകൾ വീതമുള്ള 4 ഗണങ്ങൾ ചേർന്നതാണ് എന്ന് കാണാം. 4 മാത്രകൾ വീതമുള്ള 4 ഗണങ്ങൾ ചേർന്ന ഒരു വരി. ചതുരശ്ര ഗതിയിലുള്ള ഈ വൃത്തഘടനയ്ക്ക് വൃത്തശാസ്ത്രത്തിൽ തരംഗിണി എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. 1 2 3 4 ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി. ഇവിടെ കൈമണി ഉപയോഗിക്കുന്ന അടികൾ ഓരോ ഗണമായും അവിടെ മൃദംഗത്തിന്റെ വിന്യാസം മാത്രയായും കണക്കാക്കിയാൽ കൃത്യമായി തക്കധിമി 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 എന്ന 4 തകധിമികൾ അല്ലെങ്കിൽ ചതുരശ്ര ഗതിയിലുള്ള ഗണങ്ങൾ ഒരു വരിയിൽ നിരന്നു നിൽക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും. തരംഗിണി വൃത്തമാതൃകയിൽ ഒരു ഗണത്തിനകത്ത് 4 മാത്രകളാണ് ഉണ്ടാവുക. ഈ 4 മാത്ര പലതരത്തിലാവാം. 4 അക്ഷരം കൊണ്ട് 4 മാത്ര നിർമ്മിക്കാം. 4 ലഘു അക്ഷരങ്ങൾ: തലമുടി, കലവറ, ചെറുതരി, വടകര എന്നതുപോലെ. 3 അക്ഷരം കൊണ്ടും 4 മാത്ര നിർമ്മിക്കാം. ഇത് 3 തരത്തിലാവാം: മാലതി, വാടക, കുണ്ടറ എന്ന പോലെ ആദ്യക്ഷരത്തെ നീട്ടി ആദ്യക്ഷരം ഗുരുവായി എന്നർത്ഥത്തിൽ. മധ്യത്തിൽ ഗുരു അക്ഷരത്തെ കൊടുത്തുകൊണ്ട് കുമാരി, മടുത്തു എന്നതുപോലെയും 3 അക്ഷരം കൊണ്ട് 4 മാത്രം നിർമ്മിക്കാം. 2 അക്ഷരം കൊണ്ട് 4 മാത്രം നിർമ്മിക്കാം: മത്സ്യം, കോപം എന്നതുപോലെ. അവസാനത്തെ അക്ഷരത്തെ ഗുരുവാക്കി മധുരം, സതതം എന്ന പോലെയും 4 മാത്ര നിർമ്മിക്കാം. 4 മാത്ര വരുന്ന ചതുരശ്രഗതിയെ സൗകര്യത്തിനായി തകധിമി എന്ന് താളക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം എന്ന് പറഞ്ഞുവല്ലോ. 4 ലഘു അക്ഷരങ്ങളാണല്ലോ തകധിമിയിൽ വരുന്നത്. 3 അക്ഷരം കൊണ്ടോ 2 അക്ഷരം കൊണ്ടോ 4 മാത്രകൾ നിർമ്മിച്ചെടുക്കുമ്പോൾ ഈ താളാക്ഷരങ്ങൾ എങ്ങനെയാവും? തക്കധിമി എന്നാവാം, തക്കധിം എന്നാവാം, ധിം തക എന്നാവാം, തധിം ത എന്നാവാം, ധിം ധിം എന്ന 2 അക്ഷരം ഉള്ള മാതൃകയും ആവാം. താളാക്ഷരങ്ങളെ അടിസ്ഥാനമാക്കി ചതുരശ്ര ഗണഘടനയിലുള്ള ഒരു ഈരടിയെ എങ്ങനെ അടയാളപ്പെടുത്താം എന്നൊന്ന് പരീക്ഷിച്ചു നോക്കൂ. വള്ളുവായെന്നു വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരും താൻ. ആദ്യം ഗണങ്ങളായി തിരിക്കണം. തിരിക്കുമ്പോൾ വള്ളു വാവ എന്നു വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരും താൻ. അതായത് ധീം 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 തക്ക ധീം 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 തക്ക ധീം തക്ക ധീം തക്ക ധീം 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 തക്ക ധീം 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 തക്ക ധീം തക്ക ധീം തക്ക ധീം ധീം. വള്ളുവായെന്നു വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരും താൻ. ഇവിടെ ശ്രദ്ധിക്കാവുന്നൊരു കാര്യം, തഥിം ത എന്നൊരു മാതൃകയും ചതുരശ്രഗതിയിൽ വരാമല്ലോ എന്ന് ന്യായമായും സംശയം തോന്നാം. പക്ഷേ മറ്റ് 4 മാതൃകയിലുള്ള 4 വാക്കുകൾ ഏത് രീതിയിൽ ക്രമപ്പെടുത്തിയാലും സുഖമായി ചൊല്ലാവുന്ന ഒരു താളഘടന നമുക്ക് കിട്ടും. ഇതാണ് തരംഗിണി. തഥിം ത എന്ന മാതൃക അഥവാ വൃത്തശാസ്ത്രത്തിന്റെ ഭാഷയിൽ ജഗണം തരംഗിണിയിൽ വരില്ല എന്നർത്ഥമാക്കേണ്ട. ജഗണത്തെ തരംഗിണിയിൽ നിന്ന് മാറ്റി നിർത്തിയാണ് വൃത്തമഞ്ജരീകാരൻ തരംഗിണിക്ക് ലക്ഷണം നിർദ്ദേശിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പാദത്തിന്റെ ആദ്യമായോ ചിലപ്പോൾ മധ്യത്തിലോ
ജഗണം അല്ലെങ്കിൽ തഥിംത എന്ന മാതൃക വരുന്ന ഉദാഹരണങ്ങൾ തരങ്കിണിയിൽ കണ്ടെത്താനായെന്ന് വരും. പ്രസേനനെ താൻ കൊല ചെയ്തില്ലേ, സ്യമന്തകം മണി മോഷ്ടിച്ചില്ലേ. ഇവിടെ പ്രസേനനെ എന്നുള്ളത് നോക്കി നോക്കൂ. ആ പ്രസേന എന്നുള്ളത് തഥിംത എന്ന ജഗണം തന്നെയാണ്. ഇതുപോലെ ചിലപ്പോൾ മധ്യത്തിലും ജഗണം വരുന്ന ഉദാഹരണങ്ങൾ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ തുള്ളൽ കൃതികളിലെ തരങ്കിണിയിൽ തന്നെ നമുക്ക് കണ്ടെത്താനാവും. പക്ഷേ മറ്റ് 4 മാതൃകകൾ പോലെ എങ്ങനെയും ഇണങ്ങും എന്ന് പറയാനാവില്ലെന്ന് മാത്രം. തരങ്കിണിയുടെ വിവിധ മാതൃകകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. തക്ക ധിമ്മി 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 തക്ക ധിമ്മി. നല്ല മൊട്ടു പനിമതി നിശയുടെ മൃദുമയ തലമുടി കനിവൊടു തഴുകിടുമളവിൽ. നല്ല മൊടു പനിമതി നിശയുടെ മൃദുമയ തലമുടി കനിവൊടു തഴുകിടുമളവിൽ. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി. 4 ലഘുവക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് തരങ്കിണിയുടെ ഗണങ്ങൾ രൂപപ്പെടുത്തുന്ന മാതൃകയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 3 അക്ഷരങ്ങൾ കൊണ്ട് തരങ്കിണി ഗണഘടന രൂപപ്പെടുത്തുന്നതിന് പല ഉദാഹരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 3ാമത്തെ അക്ഷരം മാത്രം ഗുരുവാക്കി സത്തത്തം എന്ന പോലെ മധുരം എന്ന രീതിയിലുള്ള വാക്കുകൾ വിന്യസിക്കുന്ന ഘടന. ഇതാണ് സംസ്കൃതത്തിലെ തോടകം എന്ന വൃത്തം. തക്ക ധീം 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 തക്ക ധീം. രിഗ രിഗ പ ഗ പ ദ പ ദ സ ദ ദ സ ദ ദ പ ഗ ദ പ ഗ രെ സ. മധുരം 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 മധുരാധിപതേ അഖിലം മധുരം 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 മധുരാധിപതേരഖിലം മധുരം. തക്ക ധീം 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 തക്ക ധീം. ഇനി ആദ്യ അക്ഷരം മാത്രം ദീർഘം, പിന്നെ 2 ലഘു എന്ന രീതിയിൽ 4 മാത്രയുടെ തരങ്കിണി ഗണഘടന നിർമ്മിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ തുള്ളൽ കൃതികളിൽ തന്നെ നമുക്ക് ലഭിക്കും. ദോധകം എന്ന സംസ്കൃത വൃത്തം ഈ ഗണമാതൃക പിൻപറ്റി രൂപപ്പെട്ടതാണ്. തുള്ളലിൽ നിന്ന് തന്നെ നല്ല ഒരു ഉദാഹരണം നമുക്ക് കേൾക്കാം. ധീം തക 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 ധീം.
ധീം തക 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 ധീം ധീം തക 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 ധീം ധീം തക ധീം തക ശാരദ നീരദ സന്നിഭരാകിയ നാരദ മാമുനി വീണയുമായി ശാരദ നീരദ സന്നിഭനാകിയ നാരദ മാമുനി വീണയുമായി തക ധീം 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 തക ധീം. രണ്ടക്ഷരങ്ങൾ കൊണ്ടും തരംഗിണിയുടെ ഗണമാതൃക നിർമ്മിക്കാം. ആ രണ്ടക്ഷരങ്ങളും ഗുരു അക്ഷരങ്ങളാവണം എന്ന് മാത്രം. ഉദാഹരണം കേൾക്കാം. ധീം 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 ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചാറേഴല്ലോർത്താൽ നേട്ടം. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചാറേഴല്ലോർത്താൽ നേട്ടം. തരംഗിണിയിൽ ഒരു വരി പൂർത്തിയാകണമെങ്കിൽ 4 ഗണങ്ങളിൽ 16 മാത്ര. അങ്ങനെ ഈരടിയിൽ 2 വരികളിലും 16 മാത്ര വീതമുള്ള ഘടനയാണ് പൊതുവെ തരംഗിണി എന്ന് പറയാമെങ്കിൽ പോലും കവികൾ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു. മുഴുവൻ മാത്രകളും വിന്യസിക്കപ്പെട്ടിട്ടുണ്ടാകില്ല. ഇതിന് തരംഗിണിയുടെ വിവിധ ഊനമാതൃകകൾ എന്ന രീതിയിൽ നമുക്ക് പട്ടികപ്പെടുത്തേണ്ടി വരും. ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നതിൽ രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ ഗണത്തിൽ 2 മാത്ര വെട്ടിക്കളഞ്ഞു എന്ന് സങ്കല്പിക്കുക. 2 മാത്ര ഊനം എന്നും പറയാം. അപ്പൊ വരി എങ്ങനെയാകും? പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നു. ഈ മാതൃകയിൽ സമൃദ്ധമായി കവിതകൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1 2 3 4 തക്ക ധിമ്മി 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 തോം തക്ക ധിമ്മി 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 തോം. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ.
തോം. കാട്ടിയുഷസ്സൊരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേനാവിൽ താമസമെന്തിനി അമ്മാളു കൺതാമരയല്ലി തുറന്നോളൂ. കാട്ടിയുഷസ്സൊരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേനാവിൽ താമസമെന്തിനി അമ്മാളു കൺതാമരയല്ലി തുറന്നോളൂ. ധിമി തക ധിമി തക ധിമി തക ധിമി തക ധിമി തക ധിമി തക ധിമി തോം. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. ഇപ്പോൾ തരംഗിണിയിൽ രണ്ടാമത്തെ വരിയിൽ മാത്രം രണ്ടു മാത്ര ഊനം കൊടുക്കുന്ന മാതൃകകളാണ് നമ്മൾ കണ്ടത്. ഈ ഊനം രണ്ടു വരിയിലും ആവർത്തിക്കുന്ന മാതൃകകളുമുണ്ട്. അതായത് പാണ്ഡൻ നായുടെ പല്ലിന് ശൗ പണ്ടേ പോലെ ഫലിക്കുന്നു എന്ന രീതിയിൽ രണ്ടു വരിയിലും ഊനം കൊടുക്കുന്ന മാതൃക. തക ധിമി തക ധിമി തക ധിമി തോം. തക ധിമി തക ധിമി തക ധിമി തോം. തക ധിമി തക ധിമി തക ധിമി തോം. സാഗ മാമഗരി നീരി നീരി ഗാഗരി സാഗ മാമഗരി നീരി നീരി ഗാഗരി സാ. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. ഗരി രി നിരി ഗരി സ ഗരി രി നിരി ഗരി സ പാപ നി നി നിരി ഗരി സ സാസ നി പാപ ഗരി ഗരി സ ഗരി രി നിരി ഗരി സ ഗരി രി നിരി ഗരി സ പാപ നി നി നിരി ഗരി സ സാസ നി പാപ ഗരി ഗരി സ. പ്രാവേ പ്രാവേ പോവരുതേ വാവാ കൂട്ടിനകത്താക്കാം
നൽകാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. പ്രാവേ പ്രാവേ പോവരുതേ കാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. പോകൂ പോകൂ തീവണ്ടി പോകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മാന്തും തീവണ്ടി. പോകൂ പോകൂ തീവണ്ടി പോകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മാന്തും തീവണ്ടി. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. सीताराम सीताराम भज प्यारे तू सीताराम. सीताराम सीताराम भज प्यारे तू सीताराम. ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवन. ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवन. തരങ്കിണിയുടെ രണ്ടാമത് രണ്ട് വരി ആദ്യ തരങ്കിണിയുടെ രണ്ട് വരികളിലും രണ്ട് മാത്ര വീതം ഊനം വരുത്തുന്ന മാതൃകകളാണ് നമ്മൾ കണ്ടത്. ചിലപ്പോൾ ഈ ഊനത്തിന്റെ അളവ് വർദ്ധിക്കാം, 4 മാത്രയാകാം. അത് രണ്ടാമത്തെ വരിയിൽ മാത്രമാകാം, 2 വരികളിലുമാകാം. ഒരു ഉദാഹരണം പ്രസിദ്ധമായ ദേശീയ ഗാനം തന്നെയായിരിക്കും. तक धिमि तक धिमि तक धिमि तक धिमि. തരങ്കിണിയിൽ തന്നെ രണ്ടാമത്തെ വരിയുടെ ഊനം ഇനിയും വർദ്ധിക്കാം. 6 മാത്ര ഊനം വരുന്ന ഒരു നല്ല മാതൃകയാണ് മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടെ പോലെ ഫലം. ബാക്കി അക്ഷരങ്ങളെല്ലാം ഊനം. ഇതേ മാതൃകയിൽ ശ്രീ NK ദേശം എഴുതിയൊരു കുട്ടി കവിതയുണ്ട്, ആനക്കൊമ്പൻ. 1 2 3 4. तक धिमि तक धिमि तक धिमि तक धिमि तक धिमि तक धिमि तो. तक धिमि तक धिमि तक धिमि तक धिमि तक धिमि तक धिमि तो. അമ്പല ഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ. മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ.
കണ്ടമരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ. വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ. കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിൽ ഇത്തിരി പാണ്ടുണ്ടേ. കാലിൽ തുടലു കിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ. ആനക്കൊമ്പനെയാകപ്പാടെ കാണാനഴകുണ്ടേ. ആനക്കൊമ്പനെയാകപ്പാടെ കാണാനഴകുണ്ടേ. കാണാനഴകുണ്ടേ. മൂന്നാം ക്ലാസ്സിൽ കാക്കിരി പൂക്കിരി എന്ന് തുടങ്ങുന്ന കവിതയും ഇതേ താളഘടന തന്നെയാണ് പിൻപറ്റിയിട്ടുള്ളത്. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അനാഗതം എന്ന് പേരിട്ട് വിളിക്കാവുന്ന മറ്റൊരു മാതൃകയാണ്. ഊനമാതൃകകളിൽ നമ്മൾ കണ്ടത് വരിയുടെ അവസാനത്തിൽ നിന്ന് മാത്രകൾ മുറിഞ്ഞു പോകുന്നതാണെങ്കിൽ വരിയുടെ തുടക്കത്തിലെ മാത്രകൾ കളയുന്ന രീതിയാണ് അനാഗതം. മലയാളം കേൾക്കാൻ വായോ എന്ന് തുടങ്ങുന്ന കവിത നോക്കൂ. താളത്തിന്റെ 2 മാത്ര കഴിഞ്ഞാണ് അക്ഷരം തുടങ്ങുന്നത്. വരിയുടെ ആരംഭത്തിൽ 2 മാത്ര ചേർത്ത് ചൊല്ലി നോക്കിയാൽ ഇത് വ്യക്തമാവും. നറുമലയാളം കേൾക്കാൻ വായോ, നറുമലയാളം കേൾക്കാൻ വായോ എന്ന രീതിയിൽ. അപ്പൊ പൂർണ്ണമായ തരംഗിണിയാകും. ഇവിടെ നറു എന്ന വാക്ക് വെട്ടിക്കളഞ്ഞ് മലയാളം കേൾക്കാൻ വായോ, പലവടിവും വന്നു തികഞ്ഞു, തലമുടിയും വന്നു നിറഞ്ഞു എന്ന രീതിയിലുള്ള തരംഗിണി ഘടന. തക തള്ളുക, ആദ്യത്തെ തകധീമിയിൽ നിന്ന് തക തള്ളി, തക തള്ളുക എന്നാണ് സംഗീതശാസ്ത്രത്തിലും താളപദ്ധതിയിലുമൊക്കെ ഈ പ്രയോഗത്തിനെ വിളിക്കുന്നത്. തകധിമി എന്ന 4 മാത്രം വരുന്ന ഗണത്തിലെ ആദ്യത്തെ തക വിട്ടുകളഞ്ഞ് ചൊല്ലുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ അരയിടത്തിൽ ചൊല്ലുക എന്നും പറയാം. ഇത്തരത്തിൽ താളത്തിന്റെ ആദ്യത്തിൽ അക്ഷരങ്ങൾ ഒഴിവാക്കിയുള്ള മാതൃകകളെ അനാഗതം എന്ന് പേരിട്ട് വിളിക്കുന്നു. ആ അർത്ഥത്തിൽ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത അനാഗത തരംഗിണിയാണ് എന്ന് പറയാം. धिमि तक धिमि तक धिमि तक धिमि धिमि तक धिमि तक धिमि तक धिमि धिमि तक धिमि तक धिमि तक धिमि धिमि तक धिमि तक धिमि तक धिमि. മലയാളം കേൾക്കാൻ വായോ,
കാണാൻ വായോ. മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ. മലയാളം കേൾക്കാൻ വായോ. മാമലകൾ കാണാൻ വായോ. മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ. ധിമി തക ധിമി തക ധിമി ധിമി തക ധിമി തക ധിമി തക ധിമി ധിമി തക ധിമി തക ധിമി തക ധിമി ധിമി തക ധിമി തക ധിമി തക ധിമി. മഞ്ജുളമാം നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ. മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ. മഞ്ജുളമാം നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ. മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ. ധിമി തക ധിമി തക ധിമി ധിമി തക ധിമി തക ധിമി തക ധിമി ധിമി തക ധിമി തക ധിമി തക ധിമി ധിമി തക ധിമി തക ധിമി തക ധിമി. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ. ഒന്നല്ലോ മാനവർ നമ്മൾ. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ. ഒന്നല്ലോ മാനവർ നമ്മൾ. തരംഗിണി ഗണഘടന ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ തരംഗിണിയുടെ ഇരട്ടിപ്പായി നമുക്ക് നതോന്നത എന്ന് വിളിക്കപ്പെടുന്ന വഞ്ചിപ്പാട്ടിനെ പരിഗണിക്കാം. അവിടെ ഒരു ഗണത്തിലെ മാത്രാസംഖ്യ 4 പകരം 8 ആവുന്നു എന്നതാണ് പ്രധാന വ്യത്യാസം. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും എന്ന ഗണമാതൃക. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവെള്ളെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു. അങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. വഞ്ചിപ്പാട്ടാവുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ദീർഘമാക്കി എല്ലാ അക്ഷരങ്ങളെയും ഗുരുക്കളാക്കിയാണ് നമ്മൾ ചൊല്ലുന്നത്. ഇവിടെ 4 അക്ഷരം കൊണ്ട് 8 മാത്ര എന്ന രീതിയിലായിരിക്കും തരംഗിണിയുടെ ഗണവിഭജനം നടക്കുക എന്നർത്ഥം. ചതുരശ്ര ഗതിയാണ് അല്ലെങ്കിൽ തരംഗിണി ഗണഘടനയാണ് നമ്മൾ ഇത്ര നേരം പരിചയിച്ചത്.